മക്കളെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് കൂട്ടായ്മയിലിരുന്ന് 3 മിനിറ്റ് പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും 12 അപ്പസ്തോലന്മാരുടെ കൈകളിലേക്ക് ഞാൻ കൈമാറുകയാണ്. ഓരോ അപ്പസ്തോലന്മാരുടെയും പ്രത്യേകമായ അനുഗ്രഹം ഈ പ്രയർ ലൈനിലേക്ക് വരട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കർത്താവ് തരുന്ന വചനം ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കും. എന്റെ മക്കളെ, സഹനം ഒരു ദൈവദാനമാണ്. പരാതിയില്ലാതെ ആരൊക്കെ സഹിക്കുന്നുണ്ടോ അവരെ പിശാചിന് ഭയമാണ്. കാരണം സഹന വഴികളിൽ അവർ ഒറ്റയ്ക്കല്ല, ദൈവം നിരന്തരം അവരുടെ കൂടെയുള്ളതിനാൽ അവർ കരുത്തുറ്റവരാണ്. നമ്മോട് ഇന്ന് വചനം പറയുകയാണ്, എരിയുന്ന തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തളരരുത്. നിന്നെ മനസ്സിലാക്കാതെ പോകുന്ന സമയങ്ങളിൽ ന്യായമായ ആവശ്യങ്ങൾ പോലും നിന്റെ നിഷേധിക്കപ്പെടുമ്പോൾ, കാരണമില്ലാതെ നീ നിന്ദിക്കപ്പെടുമ്പോൾ, തിരസ്കൃതനാകുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ, ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ, രോഗപീഠകളാൽ നീ പുളയുമ്പോൾ, വചനമാകുന്ന യേശു പറയുകയാണ്, നീ തളരരുത്, നീ ഒരിക്കലും തകർന്നു പോകരുത്. ദാനിയേലിനെ പോലെ പറയാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. എരിയുന്ന തീച്ചൂളയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. തുടർന്നുള്ള വാക്യം മനോഹരമാണ്. ഇനി രക്ഷിക്കുന്നില്ലെങ്കിൽ തന്നെയും ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞാൽ ശിഷ്യത്വം രക്തസാക്ഷിത്വത്തിലേക്ക് നീങ്ങുകയാണ്. കഷ്ടതകൾ സഹിച്ച് സുവിശേഷകന്റെ ജോലി ചെയ്യുകയും ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുന്നവർ ഈ ലോകത്തിലും പരലോകത്തിലും ഭാഗ്യവാന്മാരാണ്. ഭവനത്തിലും സമൂഹത്തിലും ആശുപത്രികളിലും എല്ലുപൊളിയുന്ന വേദനയുമായി കഴിയുന്ന സർവ്വ മക്കളോടും വചനം പറയുന്നു, എരിയുന്ന തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കാൻ നമ്മുടെ ദൈവമായ കർത്താവിന് സാധിക്കും. അനേകം ആത്മാക്കളെ രക്ഷപ്പെടുത്തുവാൻ, സ്വർഗത്തിൽ ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കാൻ നിന്റെ ഏറ്റവും ചെറിയ സഹനങ്ങൾക്ക് കാരണമായി മാറട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കണമേ. സഹനങ്ങൾ സഹിക്കാനുള്ള പ്രത്യേകമായ ശക്തിയും കൃപയും നൽകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നവരോടും, ഇത് ഷെയർ ചെയ്യുന്ന എല്ലാ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.